പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നലെ ഞാൻ നമ്മുടെ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ ഒരു ഏക്കർ കണക്കിന് ഭൂമി അന്യാധീനപ്പെട്ട് കിടക്കുന്നതായിട്ട് വീഡിയോ ചെയ്തിരുന്നു. ആ വാർത്തയ്ക്ക് പിന്നാലെ ഞാൻ അതിനകത്ത് തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ചുങ്കപ്പാറയാണ്. ഈ കാണുന്ന ഒരു അതായത് വെറ്റിനറി സബ് സെൻറ്റർ എന്നും പറഞ്ഞാൽ അത് പഞ്ചായത്തിൻ്റെയാണ്. അപ്പോൾ അതിന് മുകളിലായിട്ട് കണ്ടോ 2 നില കാണുന്ന ബിൽഡിങ്ങാണ് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ ബിൽഡിങ്. ഏതാണ്ട് ഒരു 20 വർഷത്തിന് മുമ്പ് നിർമ്മാണം നടത്തി. 20 വർഷത്തിന് മുമ്പ് വരെ ഇത് പ്രവർത്തനം തുടങ്ങി. ഇപ്പോൾ ഏതാണ്ട് ഒരു 10-15 വർഷം മുകളിലായി ഇത് പ്രവർത്തനം നിലച്ചിട്ട്. ഇപ്പോൾ അതിന് തൊട്ട് താഴെ ഒരു പാൽ സൊസൈറ്റി ഉണ്ട്, വെൽമാടെ ഒരു സംഘമുണ്ട്, അത് പ്രവർത്തിക്കുകയാണ്. നമുക്കറിയാം, ഈ സൊസൈറ്റി ഏതാണ്ട് ഓഫീസ് പ്രവർത്തനം നിർത്തിയിട്ട് തന്നെ ഇത്രയും വർഷങ്ങളായിട്ടും ഇതിൻ്റെ ഒരു പുനർക്രമീകരണം, അതായത് ഈ ഓഫീസ് ഒന്ന് പ്രവർത്തിക്കുവാനോ, അതായത് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി ഗവൺമെൻറ് തലത്തിൽ ഏറ്റെടുത്തുകൊണ്ട്, അത് പ്രത്യേകിച്ച് സഹകരണ സംഘമായതുകൊണ്ട് സഹകരണ വകുപ്പുകൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു ദ്രുതഗതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തുവാനോ ബന്ധപ്പെട്ട അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. ഇപ്പം ഏതാണ്ട് 4 ഏക്കറോളം വരുന്ന ഭൂമി വായ്പൂര് കിടന്ന് അന്യാധീനപ്പെട്ട് പോകുമ്പോൾ, അതായത് 4 വശവും കയ്യേറ്റങ്ങളും അതുപോലെ കാട് പിടിച്ച് കിടന്നു. ആ വസ്തുവിൽ തന്നെ ഒരു 10 വർഷം ഞാൻ പറഞ്ഞതുപോലെ ഇന്നലെ പറഞ്ഞതുപോലെ അത് 10 വർഷത്തോളം ലാറ്റക്സ് ഫാക്ടറി പ്രവർത്തിച്ചിരുന്നു. അന്ന് ലാഭത്തിൽ തന്നെ പ്രവർത്തിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ ഈ ചുങ്കപ്പാറയിലുള്ള ഈ ഹെഡ് ഓഫീസിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ ഒരു കാലത്ത് മുന്നോട്ട് പോയിരുന്നതാണ്. പക്ഷേ എന്താണെന്നറിയത്തില്ല, ആ നിലച്ചിട്ട് ശേഷം അതിനൊന്ന് പുനഃസ്ഥാപിക്കാൻ, ഒന്ന് പുനഃക്രമീകരണം ഏർപ്പെടുത്താൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. ഇതിനകത്ത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അതായത് ഒരു 2-3 മാസത്തിന് മുമ്പ് വരെ, അതായത് ഈ മുൻപ് അതായത് റാന്നി മുൻ MLA രാജു അബ്രഹാമിൻ്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹം ഒരു ചെയർമാനായും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രാദേശിക CPM നേതാക്കളുടെ അംഗങ്ങളടങ്ങുന്ന ഒരു സബ് കമ്മിറ്റിയാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്നതെന്നാണെന്ന് നമുക്കൊരു അറിവുണ്ട്. അതിൻ്റെ നിജസ്ഥിതി വെളിവായിട്ടില്ല. അതിൻ്റെ നിജസ്ഥിതി ആയെങ്കിൽ നമുക്ക് നാട്ടുകാരിൽ നിന്നും അറിയാൻ സാധിക്കും. പക്ഷേ ഈ ഒരു ലക്ഷക്കണക്കിന് രൂപ വരുന്ന, അതായത് നിർമ്മാണം നടത്തിയ ഈ ബിൽഡിങ് ഇന്നും ഉപയോഗശൂന്യമായി കിടക്കുന്നതുകൊണ്ട് ഒരു അധപ്പതനത്തിൻ്റെ വക്കീലാണ്. അത് ചുങ്കപ്പാറയുടെ ഒരു സ്ഥിരാകേന്ദ്രവും പ്രത്യേകിച്ച് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് കിടക്കുന്നതുമായ ഈ ബിൽഡിങ്, അത് പ്രത്യേകിച്ച് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിക്ക് വേണ്ടി നിർമ്മാണം നടത്തിയ ഈ ബിൽഡിങ്, അതായത് ഈ ബിൽഡിങ്ങിൽ ഓഫീസ് തുടങ്ങിക്കഴിഞ്ഞാൽ റബ്ബർ മാർക്കറ്റിംഗ് സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും കാര്യത്തിൽ ഇത് ഒന്ന് പുരോഗതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചുങ്കപ്പാറ നിവാസികളുടെ ഏറ്റവും വലിയ ഒരു ചിരകാല അഭിലാഷമായിരിക്കും നിറവേറ്റുന്നതുള്ളൂ. അതിന് ബന്ധപ്പെട്ടവർ, അത് ഭരണതലത്തിലും പ്രതിപക്ഷ തലത്തിലുമുള്ളവർ ഇടപെട്ടുകൊണ്ട് ഇതിന് നല്ല രീതിയിൽ മുന്നോട്ട് ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ നാടിനൊരു മുതൽക്കൂട്ടാകും. അതുപോലെ തന്നെ ഈ കഴിഞ്ഞിടയിലുണ്ടായ, അതായത് ഒരു പുതിയതായിട്ടൊരു കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടി ഇടതുപക്ഷവും വലതുപക്ഷവും, അതായത് LDFും UDFും അടങ്ങുന്നൊരു കമ്മിറ്റി ഫോം ചെയ്തെങ്കിലും ഏതാണ്ട് അതിനകത്ത് തന്നെ ഏതാണ്ട് LDFിൽ നിന്നും, അതായത് ഒരു കക്ഷിയെ ഒഴിവാക്കുകയും അതുപോലെ തന്നെ UDFിൽ നിന്നും ഒരു കക്ഷിയെ ഒഴിവാക്കുകയും ചെയ്തതായിട്ടും പറയപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ഏതാണ്ട് കോറം തികയാതെ വന്നപ്പോൾ അത് പിരിഞ്ഞു പോയ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇന്നിപ്പം രജിസ്ട്രാറുടെ നേതൃത്വത്തിലാണ് ഈ റബ്ബർ മാർക്കറ്റിംഗ് ഉള്ളതാണ്. റബ്ബർ മാർക്കറ്റിംഗ് കൺട്രോൾ എന്നുള്ളത് കൂടെ ഇവിടെ നമുക്കറിയാൻ സാധിച്ചു. കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും കാലങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടുകൂടി ഇതിൻ്റെ പ്രവർത്തനം ത്വരിതഗതിയിലാകുമെന്നും, ഇതിൻ്റെ പ്രവർത്തനമായിട്ട് ഒരു പൊതുവിൽ ഒരു ചർച്ച ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകാൻ നല്ല രീതിയിൽ പോകുവാനും സാധിക്കുകയുള്ളൂ. ഈ നാട്ടിലൊരു പ്രയോജനം ഉണ്ടാകുവാനും സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോ കാണുന്നതിന് വരെ ഉടനടി വാർത്തയ്ക്ക് വേണ്ടി ഹുസൈനാഥ് റാവുത്തർ, ചുങ്കപ്പാറ, പത്തനംതിട്ട. ഓക്കെ, നിങ്ങളെല്ലാം യൂട്യൂബ് സന്ദർശിക്കണം. അതുപോലെ തന്നെ ഇത് ഉടനടി വാർത്തയുടെ 3 ചാനലിലും പോകുന്നുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാരിലേക്ക് ഈ വാർത്ത പോകുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഈ ഫോട്ടോ എടുക്കുന്ന, നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുകൊണ്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും വ്യൂ നമുക്ക് കിട്ടാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ സൈഡിൽ ഞാൻ നിന്ന് ഫോട്ടോ എടുത്തത്. ഓക്കെ, ഈ വാർത്ത കൂടുതൽ നടപടിയിലേക്ക് നീങ്ങട്ടെ, അതിനുവേണ്ടി നാടിനൊരു ഗുണമുണ്ടാകട്ടെ എന്നുള്ള കണക്കൂട്ടലാണ് നമ്മൾ ഈ വാർത്ത ചെയ്യുന്നത്. എല്ലാവരുടെയും, അതായത് ആ ഒരു ചർച്ചയിലൂടെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ MLA ഉൾപ്പെടെയുള്ളവരും ഈ മാർക്കറ്റിംഗ് സൊസൈറ്റിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.